ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വർഷം 10ാം ക്ലാസ്സിൽ വിജയിച്ചതും +2വിന് വിജയിച്ചതുമായ നമ്മുടെ കുട്ടികൾക്ക് അവരെ അനുമോദിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഞങ്ങളുടെ കൂടെ പഠിച്ചതും ഇപ്പം കോളേജിൽ നിന്നൊക്കെ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുമായ പ്രദീപ്കുമാർ സാർ, ഡോക്ടർ പ്രദീപ്കുമാർ സാറിനെ ആദരിക്കുന്ന ചടങ്ങോട്ടാണ് ഇതിനോട് നമ്മൾ ഉദ്ദേശിച്ചത്. അതിലുപരി നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ കൂട്ടുകാർക്ക് കൂടുന്ന ഒരു പതിവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ MDH സ്കൂളിൽ വെച്ചായിരുന്നു. ഇന്ന് നമ്മൾ അത് ഇങ്ങോട്ട് ഇത്രയും സൗകര്യം കിട്ടുകൊണ്ട് ഇങ്ങോട്ട് മാറ്റുന്നേ ഉള്ളൂ. ഇവിടെ ചില ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പം ഈ ബിൽഡിംഗ് ഞാൻ പണിഞ്ഞ ബിൽഡിങ്ങാണ്. അതിൻ്റെ പേര് സ്വാതന്ത്ര്യത്തിൽ നമുക്ക് തന്നതാണ്, വാടകയൊന്നും കൊടുക്കുന്നതല്ല. അപ്പോൾ കിട്ടിയത് നമ്മൾ പ്രയോജനപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുടർന്നുള്ള നടപടിക്ക് വേണ്ടിയിട്ട് KK ജോസിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഗുഡ് ഈവനിങ്. വേദിയിലായിരിക്കുന്ന എല്ലാ സഹപാഠികൾ, സ്നേഹിതർ, ഞങ്ങളുടെ സ്നേഹിതരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്. അവരുടെ എല്ലാം നടുവിൽ പ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെയും +2വിൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉന്നത വിജയം നേടിയതുകൊണ്ട് അവരെ ആദരിക്കുന്നതിനും അവരെ എൻകറേജ് ചെയ്യുന്നതിനും വേണ്ടി ഉള്ള ഒരു ക്രമീകരണമാണ് നമ്മളിവിടെ ക്ലാസ്മേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. മുഖവരയായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ക്ലാസ്മേറ്റ്സ് ഇന്ന് ഈ വാളകം പ്രദേശത്തൊരു സംഭവമായിട്ട് തീർന്നിരിക്കുകയാണ്. ഒരുപാട് സംഘടനകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. പക്ഷേ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെ പ്രവർത്തിക്കുകയും സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കാളിത്തം കൊള്ളുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ അല്ലെങ്കിൽ കുടുംബ സംഗമം പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും നമുക്ക് അഭിമാനത്തോടെ പറയുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് സാഹചര്യം ലഭിക്കുന്നത് അഭിമാനകരമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികൾക്കൊരു മാര്യേജൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ ടീമുകളെല്ലാം ഏകദേശം ഒരു 10-45 പേരൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചെന്ന് ആ കല്യാണത്തിനൊക്കെ സംബന്ധിക്കുമ്പോൾ ഞങ്ങളാണ് അവിടുത്തെ ഒരു താരം. അവിടെ വരുന്നവരെല്ലാം നമ്മളെയാണ് നോക്കുന്നത്. 45 പേര് ഒരുമിച്ച് നമ്മുടെ ക്ലാസ്മേറ്റ് സുഹൃത്തുക്കളൊക്കെ വന്ന് കല്യാണങ്ങൾക്ക് സംബന്ധിക്കുന്നത് അഭിമാനകരമാണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഉദാഹരണമായ മറ്റൊരു സംഭവമാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുമോദിക്കുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഞങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ സഹപാഠിയായ പ്രദീപ് കുമാർ, ഡോക്ടർ പ്രദീപ് കുമാർ, അദ്ദേഹം ദീർഘവർഷങ്ങൾ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ പ്രൊഫസറായി പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനുള്ള ബന്ധത്തിൽ കൂടി നമ്മളൊരു മൊമൻറ്റോ കൊടുക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ഏറ്റവും നന്നായി എൻജോയ് ചെയ്യുന്നതിനും വളരെ സന്തോഷത്തോടെ നമുക്ക് ഈ ഗെറ്റ് ടുഗദർ ഏറ്റവും അവിസ്മരണീയമായ ഒരു നിമിഷമാക്കുന്നതിനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. അതിലേക്കായിട്ട് ബിന്ദു ഗോപകുമാറിനെ ക്ഷണിച്ചു. ആദിമഹസായി അഖിലം വിളങ്ങുന്ന നാദസ്വരൂപമേ വെൽവുതക വിജ്ഞാനദേവതേ നിന്റെ സിംഹാസനം സജ്ജമീ സ്വാന്തം സദാ ജാഗരൂകം അന്വേഷണത്തിൻ വഴിത്താരയിൽ ചൂഴും അജ്ഞാനമോഹമാം കൂരിരുളിൽ അന്വേഷണത്തിൻ വഴിത്താരയിൽ ചൂഴും അജ്ഞാനമോഹമാം കൂരിരുളിൽ കൂടുമലസ ഭാവത്തിലേ ഞങ്ങൾക്ക് ചൂടും വെളിച്ചവും നൽക നിത്യം ആദിമഹസായി അഖിലം വിളങ്ങുന്ന നാദസ്വരൂപമേ വെൽവുതക വിജ്ഞാനദേവതേ
സജമീ സ്വാന്തം സദാ ജാഗരൂകം സജമീ സ്വാന്തം സദാ ജാഗരൂകം. അടുത്തതായിട്ട് നമുക്ക് വെൽക്കം സ്പീച്ചാണ്. അതിലേക്കായിട്ട് ഡോക്ടർ പി പി ബേബി മാന്യ സദസ്സിന് വന്ദനം. 1992-93 SSLC ബാച്ചിൽ 82 സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. 82-83 ബാച്ചിൽ SSLC സ്റ്റുഡൻ്റായിരുന്ന ഞങ്ങൾക്ക് ഇപ്രകാരം കുടുംബസമേതം ഒത്തുചേരുവാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ഏറെ സന്തോഷിക്കുന്നു. ഈ മീറ്റിംഗ് മഹോത്സവം ഏറ്റവും സമുചിതവും വിപുലവുമായ രീതിയിൽ കൊണ്ടാടുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. നമുക്കറിയാമല്ലോ, പല കൂട്ടായ്മകളും, വാട്സപ്പ് കൂട്ടായ്മകളും ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. എങ്കിലും ഇത്രത്തോളം സജീവമായി ഏതൊരു വിഷയം വന്നാലും ഒറ്റക്കെട്ടായി ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന ചുറുചുറുക്കുള്ള ഞങ്ങൾ യൗവനക്കാർ ആണ് ഇവിടെ ഉള്ളത്. അതിലേറെ സന്തോഷിക്കുന്നു. യൗവനക്കാരെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ചിരി വരുന്നു. ഞങ്ങൾ യൗവനക്കാർ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഇപ്പോഴും ഞാൻ PGക്ക് സൈക്കോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞത്, ഇപ്പോഴും നമ്മൾ യങ്ങാണ്. ശരീരം കൊണ്ട് ഒരു പക്ഷേ നരച്ചുവെങ്കിലും, മുടിയൊക്കെ നരച്ചുവെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ തന്നെയാണ്. ആ പഴയ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത്. എന്ത് തന്നെ ആയാലും ഇന്ന് ഈ മീറ്റിങ്ങിനെ ഊഷ്മളവും ഊർജവുമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പൊതുവായി ഒരു സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വളരെ ഊർജ്ജസ്വലതയോടെ ഇതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ചൂടും ചോരയും കൊടുത്ത് വളരെ ഊഷ്മളത്തോടെ ഇതിന് ഒപ്പം പ്രവർത്തിച്ച് ഇന്ന് നമുക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഞങ്ങളുടെ സഹപാഠിയായ KK ജോസിന് ആദ്യമായി സ്വാഗതം ചെയ്തു. അടുത്തതായി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിൽ അതിനുള്ള സാഹചര്യമുണ്ട്, ഇവിടെ തന്നെ നമുക്ക് നടത്താം. ഈ ഹോട്ടൽ നടത്തുവാനും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ വളരെ അവർക്കൊപ്പം സജീവമായി നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സഹപാഠിയായ ജിജി പ്ലാമൂട്ടിൽ അവർക്കാണ്. ജിജി പ്ലാമൂട്ടിനെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സഹപാഠിയായ പ്രൊഫസർ ഡോക്ടർ പ്രദീപ് കുമാർ കെ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടോ? ഓൺ ദ വേയിലാണ് എന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം ആറ്റിങ്ങിലുള്ളതായ ഗവൺമെൻറ് കോളേജിൽ ഒരു പ്രൊഫസറായി HOD ആയിട്ട് ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ റിട്ടയർഡിനോട് അനുബന്ധിച്ചാണ് ഇവിടെ ആദരവ് കൊടുത്തുകൊണ്ടൊരു മീറ്റിംഗ് നമ്മൾ ഇപ്രകാരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനും ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സ്റ്റുഡൻസ് ആണ്. SSLC മാർക്കിൽ ഉന്നത വിജയം നേടിയതായ
നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കുട്ടികൾ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്മേറ്റ് ആകുന്ന പ്രദീപിൻ്റെ മകൾ പ്രാർത്ഥന പ്രദീപ് ഇവിടെയുണ്ടോ? ആ, പ്രിയ മകളെ, ഈ മീറ്റിംഗിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ വിജയകുമാറിൻ്റെ മകൻ വിശ്വജിത് വി SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു കുട്ടിയാണ്. ഇവിടെയുണ്ടോ? കുഞ്ഞമ്മയുണ്ട്. ഓക്കെ, ആ പ്രിയ മകനെയും കൂടെ വന്നിരിക്കുന്ന കുഞ്ഞമ്മയും ഈ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത നമ്മുടെ കുട്ടികൾ +2 ഉന്നത വിജയം നേടിയതായ 4 കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ പ്രിയദർശൻ, നമ്മുടെ സഹപാഠിയായ പ്രിയദർശൻ്റെ മകൻ നവീൻ +2 ഉന്നത വിജയം കരസ്ഥമാക്കി. മകൻ ഇവിടെ ഉണ്ടോ? ആ, പ്രിയ മകനെ, ഈ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് ഞങ്ങൾ സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായ ബോവസിൻ്റെ മകൻ, പിന്നെ പറയേണ്ടതില്ല, എപ്പോഴും കാണുന്നതാ, ആൽബിൻ. ബോബസ് ഇവിടെയുണ്ട്. ആൽബിൻ +2 ഉന്നത വിജയം നേടുവാൻ ഇടയായി. പ്രിയ മകനെ ഈ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ക്ലാസ്മേറ്റ് ആകുന്ന രജിയുടെ മകൻ ജോയലാണ് ഉന്നത വിജയം +2 നേടുവാൻ ഇടയായി. പ്രിയ മകൻ ഇവിടെ ഉണ്ടോ? ജോയൽ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഓണത്തവയിലായിരിക്കാം. ആ പ്രിയ മകനെയും എങ്കിൽ കൂടി ഈ ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ബേബി ജോണിൻ്റെ മകളല്ല, മകൾ നേഹ വന്നിട്ടുണ്ടോ? നേഹ, ആ പ്രിയ മോള് വന്നിട്ടുണ്ട്. +2 ഉന്നത വിജയം നേടി പ്രിയ മകൾ ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പമായിരിക്കുന്നു. പ്രിയ മകളെ ഈ ഗ്രൂപ്പിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഓക്കെ, ഈ ഗ്രൂപ്പിൻ്റെ ജീവനാഡികളായ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവരെയും സ്വാഗതം പറഞ്ഞ ഡോക്ടർ PP ബേബിക്കും പ്രത്യേകം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം അരുളുന്നു. അടുത്തതായിട്ടൊരു സംഗീതമാണ്. ഗ്രേസ് ഷാജിയെ വലിയ പാട്ടുകാരിയൊന്നുമല്ല. പിന്നെ അങ്കിള് പറഞ്ഞ സ്ഥിതിക്ക് ഇതുപോലെ പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു പാട്ടാണ്, ഒരു ക്രിസ്തീയ പാട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായി
ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 2024 10ാം ക്ലാസ്സിലെ +2 ക്ലാസ്സുകളിലെ ഉന്നത വിജയം നേടിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുരസ്കാരം കൊടുക്കുന്നൊരു ചടങ്ങാണ്. ആയതിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ സഹപാഠി ബോസിൻ്റെ മകൻ ആൽബിൻ ബോസിനെ, +2 എക്സാമിന് ഉന്നത വിജയം നേടിയ ആൽബിൻ ബോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുരസ്കാരം കൊടുക്കുന്നതിന് ബേബി ജോൺ അമ്പലക്കരയെ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ പ്രദീപ് കുമാർ, നമ്മുടെ സഹപാഠി പ്രദീപ് കുമാർ അനാടിൻ്റെ മകൾ പ്രാർത്ഥന പ്രദീപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമൻറ്റോ കൈമാറാനായിട്ട് അച്ഛൻ കുഞ്ഞ്, പ്ലീസ് കം ഫോർവേഡ്. അച്ഛൻ. താങ്ക് യു. അടുത്തതായിട്ട് റെജി ഡാനിയലിന്റെ മകൻ ജോയൽ റെജിയാണ്. പകരം ആരെങ്കിലും നമുക്ക് പിന്നീട് കൊടുക്കാം. ഓക്കെ. അടുത്തത് നമ്മുടെ സഹപാഠി ബേബി ജോൺ അമ്പലക്കരയുടെ മകൾ നേഹ ബി ജോണിനെ വേദിയിലേക്ക് മൊമൻറ്റോ കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. അത് കൈമാറാനായിട്ട് ഷിബു, പ്ലീസ് കം ഫോർവേഡ്. താങ്ക് യു നേഹ, ഗുഡ് ബ്ലസ് യു. അടുത്തത് നമ്മുടെ സഹപാഠി വിജയകുമാറിൻ്റെ മകൻ വിശ്വജിത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. 10th ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ. ഇതിലേക്കായിട്ട് വിജയകുമാറിൻ്റെ കുഞ്ഞമ്മയെ ഈ അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മൊമൻറ്റോ കൈമാറാനായിട്ട് അലക്സ് കുട്ടിയെ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സഹപാഠി പ്രിയദർശൻ്റെ മകൻ നവിൻ പ്രിയദർശനെയാണ്. നവിൻ പ്രിയദർശനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മൊമൻറ്റോ കൈമാറാനായി അനിൽകുമാർ. താങ്ക് യു നവിൻ, ബ്ലസ് യു. ഇത്രയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതായ മൊമൻറ്റോ. നമ്മൾ അടുത്തൊരു മൊമൻറ്റോയും നമ്മൾ കരുതിയിരുന്നു. നമ്മുടെ സുഹൃത്തായ ഡോക്ടർ പ്രദീപ് കുമാറിനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. കാലിന് ഇൻ്റർലോക്കിൽ തട്ടി കുറച്ച് നീരുമൊക്കെ ആയതുകൊണ്ട് നീരായിട്ട് പുള്ളി വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ പുള്ളിക്ക് പ്രിയപ്പെട്ടവന് കൈമാറുന്നതാണ്. ഈ മീറ്റിങ്ങിൽ അടുത്തതായിട്ട് ഒരു മനോഹരമായൊരു സോങ് ആലപിക്കാനായിട്ട് ഗോവിന്ദനെ ക്ഷണിക്കുന്നു. കാറ്റുപാടും ആഭിരാഗം മോദമായി തലോടിയോ, നേർത്ത സന്ധ്യായാമങ്ങളിൻ്റെ നെറുകയിൽ ചാർത്തി സിന്ദൂരം, നിറമോലും മഞ്ഞിൽ ഒരു തുടിതാളം തഞ്ചും നേരം, താരം പൂവും തേടുവതാരും താരത്തിരുമിഴിയോ, എന്നാളും നാം ഒന്നായി കാണും പൊന്മാനം, ചാരത്തന്നേരം കൂട്ടായി കാണും
തിരുമിഴിയുടെ ചോട്ടിൽ ഞാനിനി അലിയാം നിലവുകളാ. കൺകളായി മനസ്സിൽ മിഴികൾ സ്വന്തമാക്കി നമ്മൾ നീലജാലകം നീ തുറന്ന നേരം പകരാ ഹൃദയമധുരം പ്രണയാദ്രമാ നീയാം തണലിനു താഴെ ഞാനിനി അലിയാം നിലവുകളായി. നീ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിലവുകളായി. ഗോവിന്ദനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നമ്മുടെ സഹപാഠികളിൽ വളരെ അനുഭവ സമ്പത്തും ദീർഘവർഷങ്ങൾ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് സേവനം ചെയ്ത നമുക്ക് വളരെ അഭിമാനം പകരുന്നൊരു സഹപാഠിയാണ്, സ്നേഹിതനാണ് മനോജ്. ഒത്തിരിയേറെ അനുഭവ സമ്പത്തുണ്ട് ഈ അവസരത്ത്. നമുക്കെല്ലാം പറ്റിയ ഉതകുന്ന കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും നമുക്കെല്ലാം പറ്റുന്ന ചില മെസ്സേജ് നമ്മോട് പറയാനുള്ള അവസരമാണ്. വർഷങ്ങളുടെ മുതൽക്കൂട്ടുണ്ട് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ജോസ്, പ്രിയപ്പെട്ട മക്കളെ, സഹപാഠികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ യോഗം ഇന്നിവിടെ സംഘടിപ്പിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ മക്കളെ ആദരിക്കുക എന്നതാണ്. നമ്മുടെ കുഞ്ഞു മക്കളാണ്. കൂടുതൽ ആളുകളുടെയും മക്കളൊക്കെ വലിയ ആളുകളായി, മുതിർന്നവരായി. അതിൽ ഏറ്റവും ചെറിയ കുഞ്ഞു മക്കളാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും അവസാനം. ഇനി 10ാം ക്ലാസ് പഠിക്കുന്ന ആളുകളെന്ന് പറയുന്ന വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ തോന്നുന്നു. നമ്മുടെ സഹപാഠികളുടെ മക്കൾ വളരെ കുറച്ച് പേര്. ഈ കുട്ടികൾക്ക് അവരുടെ വിജയത്തിൽ അവരോടൊപ്പം സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. കുട്ടികൾക്ക് അവരുടെ സ്കൂളുകളിലും നാട്ടിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം അവർക്ക് ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് നമ്മൾ നൽകുന്ന ആദരവെന്ന് പറയുന്നത് കുട്ടി നേടിയ എല്ലാ വിജയത്തിനും വീട്ടിൽ അവർക്ക് നൽകുന്ന അംഗീകാരം. നാട്ടിലായാലും സ്കൂളിലായാലും എവിടെ ലഭിച്ചതിനേക്കാട്ടിലും ഉപരിയായി വീടുകളിൽ അവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് അവരുടെ ഏറ്റവും നല്ല അംഗീകാരം. അത് നമ്മൾ നൽകുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ആ കുട്ടികൾക്ക് ഇനി അവരുടെ ജീവിതത്തിൽ എല്ലാ വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് പരീക്ഷകളിൽ ലഭിച്ച A+ഓ A1ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രേഡുകളിലേക്കാട്ടിലുപരി അവർ നല്ല മക്കളായി, നല്ല സ്വഭാവമുള്ളവരായി, സമൂഹത്തിന് ഉതകുന്ന കുട്ടികളായി വളരാൻ നമ്മളും മാതൃകയാവണം. അത് അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഈ റൂമിനകത്തുള്ള ഒരു ചൂടും ഒക്കെ നമുക്ക് അധിക നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമോ തോന്നില്ല, വലിയ ചൂടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ. അടുത്തതായിട്ട് നമ്മുടെ സ്നേഹിതർക്ക് ആത്മാർത്ഥമായി വളരെ പങ്കാളിത്തത്തോട് സംസാരിക്കാൻ പറ്റിയ അവസരമാണ്. ആശംസാ പ്രസംഗമാണ്. അതിന് ആദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മെമ്പറായിട്ടും പ്രസിഡൻ്റായിട്ടോ വളരെ വർഷങ്ങൾ സേവനം ചെയ്ത അനീഷിനെ ആശംസ പറയാനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാന്യ യോഗത്തിൻ്റെ അധ്യക്ഷൻ, യോഗത്തിലെ ആശംസകൾ അർപ്പിച്ച ബഹുമാന്യ എൻ്റെ സഹപാഠികളെ, 1982-83 കാലഘട്ടത്തിലെ മാർത്തോമാ സ്കൂളിലെ
കൂട്ടായ്മ ഒന്നുകൊണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും 15-16 വയസ്സിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. 10-16 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് കാരണം ഈ കൂട്ടായ്മ ഇവിടെ തന്നെ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അമ്മമാർ ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു നിർവൃതിയിൽ വരുന്നത്. കാര്യം അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുന്നത് ആരാ? എന്തും സഹിച്ചും ഒരു മക്കളെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അമ്മ എന്ന് പറയുന്നത്. മക്കൾ എന്ത് തെറ്റുകൾ ചെയ്താലും എന്തൊക്കെ ചെയ്താലും അമ്മയൊന്ന് അടിച്ചാലും ആ അമ്മയോട് ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്നേഹവും ആ അമ്മ മക്കൾക്ക് കൊടുക്കാറുണ്ട്. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് വന്ന പല വാർത്തകളും അമ്മയെ അടിച്ചു കൊന്ന മക്കൾ വരെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അമ്മ എന്ന് പറയുന്ന ഒരു സഹനശക്തി നമ്മൾ ഓർത്ത് നോക്കണം. ഇപ്പം ഈ ഇരിക്കുന്നൊരു ചടങ്ങിൽ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് നിർവൃതി അടയുന്നത് അമ്മയാണ്. അമ്മ മാത്രമാണ്. കാരണം എൻ്റെ മക്കൾ നല്ല മാർക്ക് വാങ്ങിച്ചു, ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ചു ഒക്കെ. എന്നാലും അതിലേറ്റവും കൂടുതൽ നിർവൃതി അടയുന്നത് അമ്മമാരാണ്. അച്ഛന്മാർ ഒരു ഇറങ്ങിപ്പോവും, പലരോട് സംസാരിക്കാൻ പോവും. പക്ഷേ എങ്കിലും ഇങ്ങനൊരു ചടങ്ങ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടാവും. അത് ക്ലാസ്മേറ്റ്സിൻ്റെ ഗ്രൂപ്പിലായാലും ശരി, ഏത് ഗ്രൂപ്പിലായാലും. അപ്പം ഇവിടെ തന്നെ 3-4-5-6 കുട്ടികൾക്ക് ഇവിടെ ആദരവുണ്ടായി. തീർച്ചയായിട്ടും ആ ആദരവെന്ന് പറയുമ്പോൾ അതൊരു നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊരു നിർവൃതി ഇതല്ലേ. ഇപ്പം ഈ മൊത്തം ഗ്ലാസ്സുകളിൽ ഇട്ടേക്കുന്നതിൻ്റെ പേരിൽ എക്കോ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഒരു 40 കൊല്ലത്തിന് ഇല്ലയോ 40 കൊല്ലത്തിന് ശേഷം അവരുടെ കുടുംബത്തെയും അവരുടെ മക്കളെയും ഒത്തുകൂടി ഒന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത് ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ ആയാൽ പോലും നമ്മൾ ഇത്രയും പേര് ഒത്തുകൂടുക എന്ന് പറയുമ്പോൾ 10D 10C പഠിച്ച ഞങ്ങളെല്ലാവരും പല തരത്തിലുള്ളവരുണ്ട്, പല ജോലിയുള്ളവരുണ്ട്, പലതരത്തിൽ ജീവിച്ചവരുണ്ട്, സമ്പത്തുണ്ടാക്കിയവരുണ്ട്, സമ്പത്തില്ലാത്തവരുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരോടും ഒത്തുകൂടാനുള്ളൊരു അവസരം ഉണ്ടായി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒത്തുകൂടാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഒരു ദൈവത്തിൻ്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടാനും ഇങ്ങനൊരു ചടങ്ങിൽ സംബന്ധിക്കാനും കഴിയുന്നത്. ഇതിൽ തന്നെ നമ്മുടെ കുട്ടികളെ ആദരിക്കാനും അവർക്കുള്ള മനസ്സിലേക്കൊരു ഓർമ്മ പങ്കുവയ്ക്കാനും നമുക്ക് കഴിഞ്ഞാൽ അതിയായ സന്തോഷം എനിക്ക്. ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല. എന്തൊക്കെയായാലും ഇത്തരം ചടങ്ങുകൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇവിടെ പങ്കെടുത്ത എൻ്റെ മക്കൾക്ക്, ഇതേ പ്രായത്തിലുള്ള മക്കളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും 1, 2, 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ, കല്യാണം കഴിച്ചതിൻ്റെ പ്രായ വ്യത്യാസത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ 2, 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ മാത്രം വരുന്ന ഇതേ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ ഇരിക്കുന്ന മൊത്തം പേർക്കുണ്ട്. 3, 4, 5 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. ഉന്നത തലങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ആ ഒരു നിർവൃതിയിൽ ആസ്വദിക്കുന്നത് അമ്മമാർ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ കുട്ടികൾക്കും, എൻ്റെ മക്കൾക്ക്, എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ മക്കൾ എല്ലാവർക്കും എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിക്കാനുള്ള ഒരവസരം ദൈവികമായിട്ടുണ്ടായതിൽ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ
ആദ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ പ്രതിനിധീകരിച്ച് ഷിബുവിനെ രണ്ടുപേരും. പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിൻ പാനലിലുള്ളവർക്ക് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയതേ, നമ്മുടെ ഈ ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തുമ്പോൾ വരാത്ത കുറേ പാഴുകളുണ്ടായിരുന്നു. ഈ പാഴുകളെല്ലാം ഇന്ന് വന്നിട്ടുണ്ട്. എനിക്കത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ആശംസകൾ അറിയിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച്. അപ്പം ഞങ്ങളുടെ അഡ്മിൻ പാനലിൻ്റെ പിന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഞങ്ങൾ ഈ 55-56 വയസ്സ് പ്രായമുള്ള പയ്യന്മാരാണ്. അപ്പം ഈ പയ്യന്മാരുടെ മൊബൈലിൽ നിങ്ങളൊന്നും എടുത്ത് വെച്ച് നോക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കൊച്ചു തമാശകളൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ആശംസകൾ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്ത ആശംസയ്ക്കായിട്ട് ഷാജി ഡാനിയലിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കെ ജോസ് അവർകൾ, പിന്നെ അഡ്മിൻ പാനൽ, അതുപോലെ എല്ലാ പ്രിയ സഹപ്രവർത്തകർ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ മുമ്പേ കുറച്ച് മുമ്പ് അനീഷ് പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ ഇങ്ങനെയൊക്കെ വന്ന് ചേരുമെന്ന്? ആ 10ാം ക്ലാസ് അടികൊണ്ടവനും കൊള്ളാത്തവനും ഒക്കെ ഇതിനകത്തിരിപ്പുണ്ട്. അത് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ഈ മനോജ് സാറിനെയായിരുന്നു. കാരണം കമ്പ്യൂട്ടർ മൈൻഡായിരുന്നു. അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ അന്നേരം റീപ്പീറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വെക്കുന്ന പോലെ അങ്ങ് പറയുന്നൊരു മനുഷ്യൻ. ഇവരെയൊക്കെ ഞാനൊന്ന് കാണാൻ കൊതിച്ചിട്ടുണ്ട്. ഞാനും ഇവിടുന്ന് നാട് വിട്ട് പല ദേശങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി അടിച്ചൊക്കെ കറങ്ങി വന്നു. ഒരു നാള് ഇങ്ങനെയൊക്കെ ദൈവികമായൊരു മുഖാന്തരം ഉണ്ടായതാണ്. അന്ന് ഞാൻ ചിന്തിച്ച് ഈ മനോജിനെ ഒന്ന് കാണണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം, അല്ലേ? എന്തോരം മിടുക്കനെന്നറിയാമോ? എന്തായാലും ദൈവം അനുഗ്രഹിച്ചു നല്ല ഉയർന്ന നിലവാരത്തിലൊക്കെ ആയി. ഈ റിട്ടയർമെൻ്റൊക്കെ ആകുവാൻ ദൈവം സഹായിച്ചു. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയെ നിങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. ആരാന്നറിയാമോ? നമ്മുടെ ജിജി. ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്ത് ഒത്തിരി അധ്വാനിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ പ്രിയ ജിജി കേട്ടോ. എന്നോട് ഓക്കെ. അതുപോലെ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. കാരണം നമ്മളൊക്കെ ആ 82-81 കാലഘട്ടത്തിലൊക്കെ ഒരുമിച്ച് പഠിച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ അങ്ങ് പിരിഞ്ഞു പോയി. പിന്നെ +1 +2 പഠിച്ചവർ പഠിച്ച്, പഠിക്കാത്തവർ പഠിച്ചില്ല. നമ്മൾ എവിടെയൊക്കെയോ അങ്ങ് പോയി. പക്ഷേ പിരിഞ്ഞു വന്നപ്പോൾ കുടുംബം, കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇതൊന്നും അല്ല, ഇനി ഒരുപാട് പേര് വരാനുണ്ട്. ഇവരെ എല്ലാം ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ട്. എൻ്റെ അഡ്മിൻ പാനലുകാരെല്ലാം അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട്. പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നല്ല കുഞ്ഞുങ്ങളെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവിയിലേക്ക്, നല്ല ഉയരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെല്ലാം എത്തിച്ചേരണം കേട്ടോ. എനിക്ക് പറയണമെന്ന് ഒത്തിരി കാര്യങ്ങൾ പറയണം, പക്ഷെ ഇരുന്ന് മുഷിപ്പിക്കാൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ ശരിയില്ല. ആവിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ നാളെ നമ്മുടെ തലമുറകളൊക്കെ നല്ല ഉന്നത ശ്രേണികളിലായിരിക്കുന്ന അറിയാനിടയായിത്തീരണം കേട്ടോ. അങ്ങനെ പ്രത്യേകമായി ഇതിൽ നല്ല മാർക്ക് കരസ്ഥമാക്കിയ പ്രിയ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. തുടർന്നും താമസമിന നമുക്ക് വലിയൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യണം, ഒരു ടൂർ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇതൊക്കെ തന്നെ നമ്മുടെ ബന്ധം, സൗഹൃദം വിട്ടുപോകാതിരിക്കാനുള്ള ഒരു മാർഗ് ഇതൊക്കെ തന്നെ. അതിനൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആ കലകക്കാരെ ആ ഷിബുവിനെ ഒന്ന് ഏർപ്പാട് ചെയ്താൽ മതി, അവൻ നോക്കിക്കോളൂ ഇതല്ല. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി ആകുവാൻ ഒരിക്കൽ കൂടെ നമുക്ക് ഇങ്ങനൊരു സൗഹൃദം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് വളരെ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് വേഗത്തിൽ നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതാണ്. അതിനു മുമ്പായിട്ട് ഗോപകുമാരനെ ക്ഷണിക്കുന്നത് ആശംസ പറയാം. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോസ്, അനിൽ, അലക്സ്, ഒപ്പം മനോജ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒപ്പം അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, നമുക്ക് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിപ്പോൾ. 83 ബാച്ചിലെ അന്ന് 83 ബാച്ചിലെ കുട്ടികളായ ഞങ്ങൾ ഇവിടെ വീണ്ടും ഒത്തുചേരുകയാണ്. എൻ്റെ തലമുടി കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട, ഡൈ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു മുഹൂർത്തമാണ് ഇത്. ഇതിന് തുടക്കം കുറിച്ച ഒരു വ്യക്തിയുണ്ട്, വിജയകുമാർ അമ്പലക്കര. അയാളെ ഈ നിമിഷം ഓർക്കാതിരിക്കാൻ വയ്യ. പുള്ളി ഇപ്പം ചെന്നൈയിലാണ്. അതോടൊപ്പം തന്നെ ബേബി ജോൺ ബൈക്കിലുള്ളത്, ഒപ്പം അനിൽ, ഷിബു. ഞങ്ങൾ 5 പേരാണ് ആദ്യം തുടക്കം കുറിച്ചത്. ഇപ്പോൾ അത് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ ഒരു വലിയൊരു ആൽമരം പോലെ ആയിരിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ഈ ചൂട് കൂടുതലാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്ക് നമ്മളിൽ നിന്നും ഒരു പ്രചോദനം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൽ +2കാരുണ്ട്, SLCക്കാരുണ്ട്. അവർ നല്ല രീതിയിൽ വിജയം കൈവരിച്ചു. അവരിനി നല്ല ഭാവിയിലേക്ക് കടക്കുവാൻ ഇതൊരു പ്രചോദനമാകണം. ഒപ്പം അവരുടെ വളർച്ചയും അവർ നാടിനും സമൂഹത്തിനും നന്മയുള്ളവരായി വളർന്നു വരണം. അതോടൊപ്പം അവരുടെ മാതാപിതാക്കൾക്ക് നന്മയുള്ള മക്കളായി വളരണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ക്ലാസ്മേറ്റ്സിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ലാസ്മേറ്റ്സിന് വേണ്ടി ആശംസ പറയാൻ താല്പര്യമുള്ളവരുണ്ടോ? റോയി. അല്ലെങ്കിൽ 2 വാക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സിൽ നിന്നുകൊണ്ട് പറയാൻ അഭിമാനകരമാണ്. ബിബി കുഞ്ഞ്, കം ഫോർവേഡ്. ഓക്കെ, ജിജി പ്ലീസ് കം ഫോർവേഡ്. ആണോ? അതെയോ? നമ്മുടെ കുട്ടികളിൽ പാട്ട് പാടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? പേരെഴുതിയിട്ടില്ല. ആരെങ്കിലും പാടണം ഈ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പിന് വേണ്ടി? നിങ്ങളുടെ പേരൻസിൻ്റെ ഗ്രൂപ്പാണ്. പാടാനൊരു എനിബഡി? പാടാൻ ബാക്ക് സൈഡ് പ്ലീസ്. അമ്പലക്കര ഗോപന്റെ മോൻ വാ. താരം പതിപ്പിച്ച കൂടാരം, രാവിൻ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ടേ കാറ്റും കണ്ടേ നേരറിഞ്ഞ് നീ വളര്, നിൻ വഴിയേ രാപ്പകലും കാവലുണ്ടായി എൻ്റെ കണ്ണ്. താരം പതിപ്പിച്ച കൂടാരം, രാവിൻ നിലാവിൻ്റെ പൂരം, ഉണ്ണിപ്പൂവിൻ ചെറുതൊട്ടിൽ കെട്ടാനായി മഞ്ഞിൽ നീയും തളിരാടതാ, കുഞ്ഞിൻ മിഴിയെഴുതാ, സൂര്യൻ വരവായിതാ. അകലെ നീ പോയാലും നിഴലാകാം ഞാൻ, വരുവോളം വഴിയോരം തിരിയാകാം ഞാൻ. താൻ തന്നാനേ തന്താനേ
വരുവോളം വഴിയോരം തിരിയാകാം ഞാൻ. താരം പതിപ്പിച്ച കൂടാരം രാവിൻ നിലാവിൻ്റെ പൂരം. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ മീറ്റിംഗ് ഇത്തരം ഏറെ അനുഗ്രഹമായി പ്രസൻ്റായിട്ട് തീർന്നല്ലോ. എങ്കിലും ചില ചടങ്ങുകൾ കൂടി അവശേഷിക്കുന്നു. കൃതജ്ഞത പറയാനായി, വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി അനിൽ കുമാറിന് ക്ഷണിക്കുന്നു. ശ്രീ കെ കെ ജോസ്, അഡ്മിൻ പാനൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹപാഠികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുമക്കൾ, ഒരു 40 വർഷങ്ങൾക്കപ്പുറം വാളകത്ത് MDHSൽ നമ്മൾ പരസ്പരം അടിച്ചും വഴക്കിട്ടും കളിച്ചും ഒക്കെ വളർന്ന കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മ, ഒരു കേവലം വാട്സാപ്പ് ഗ്രൂപ്പ് എന്നതിനുപരി ഒരു കുടുംബം എന്ന നിലയ്ക്ക് വളർന്ന് വികസിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അത് ഈ സഹപാഠികളുടെ കൂട്ടായ്മകൾക്കിടയിൽ ഒരു വലിയ സംഭവമാണ്. നേരത്തെ ആരോ പറഞ്ഞ മാതിരി നമ്മുടെ ഈ ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മ നമ്മൾ നടത്തിയിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ, നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് സ്കൂൾ അങ്കണത്തിൽ നമ്മളൊരു സംഗമം സംഘടിപ്പിക്കുകയും കുടുംബാംഗങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ ഒറ്റയ്ക്കായിട്ടും കുടുംബാംഗങ്ങളോടൊപ്പം നടത്തിയിട്ടുള്ള യാത്രകൾ, വിനോദയാത്രകളൊക്കെ തന്നെ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ പരസ്പരം ഇഴുകിച്ചേരാനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ പരസ്പരം കൈത്താങ്ങാവാനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഏതൊരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ ക്ലാസ്മേറ്റ് കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ മക്കളെ ആദരിക്കുന്നതിനും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ പ്രൊഫസറായിട്ട് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന നമ്മുടെ പ്രിയ സഹപാഠി ശ്രീ പ്രദീപ് കുമാറിനെ ആദരിക്കുന്നതിനും വേണ്ടി ഇന്നിവിടെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ വളരെ ഉന്നതമായ വിജയങ്ങൾ നേടി അവരെ ആശംസിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമ. ഈ SSLC +2 പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ പഠനം കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു നിർണായക മുഹൂർത്തമാണ് ഈ +2 കഴിഞ്ഞിട്ട്. ഇപ്പോൾ SSLC വരെ 1-ാം ക്ലാസ് മുതൽ നമ്മൾ എന്ത് പഠിക്കണം എന്ന് സർക്കാരാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ 10-ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ വിഷയവും പഠിക്കേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനും +2 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ മുന്നോട്ടുള്ള വഴി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് ഓരോരുത്തർക്കും വ്യത്യസ്ത വഴിയിലേക്ക് തിരിഞ്ഞു പോകാനും സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ പറയും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണം. പക്ഷെ ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം. നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. കഷ്ടപ്പെട്ട് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ഇഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ പ്രതീക്ഷകളൊക്കെ സഫലമാക്കത്തക്ക രീതിയിൽ അത് സഫലമാക്കാനുള്ള ഒരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ആ പ്രയത്നം ഫലസമാപ്തിയിലെത്തട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഒപ്പം പ്രിയ സുഹൃത്ത് ശ്രീ പ്രദീപ് കുമാർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു വിശ്രമ ജീവിതം ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. അടുത്തതായിട്ട് എൻ്റെ നിക്ഷിപ്തമായ നന്ദി പറയുക എന്നുള്ള കർത്തവ്യമാണ്. ഒരു യോഗത്തിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ അധ്യക്ഷനാണ് ആദ്യം നന്ദി പറയേണ്ടത്. പക്ഷേ ആ പ്രോട്ടോകോളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ആദ്യം നന്ദി പറയുന്നത് നമ്മുടെ സഹപാഠിയായിട്ടുള്ള ശ്രീ ജിജി മാമൂട്ടിലിനാണ്. കാരണം ഈ പരിപാടി നമ്മൾ സാധാരണ എല്ലാ മാസത്തിലും നിങ്ങൾക്കൊക്കെ അറിയാം, കുടുംബാംഗങ്ങൾക്കറിയാം, എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച ഞങ്ങളെല്ലാം ഒത്തുകൂടാറുണ്ട്. ഒന്നിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പാക്കുകയും എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണം കഴിച്ച് പിരിയുകയും ചെയ്യും. ഒപ്പം തന്നെ ഇത്തവണ നമ്മളുടെ കുട്ടികളുടെ ഈ പരീക്ഷാ വിജയം കൂടെ വന്നപ്പോൾ അവരെ കൂടി അനുമോദിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ അത് ഇത്തരത്തിലൊരു വലിയ ചടങ്ങാക്കി മാറ്റാൻ, ഒരു കുടുംബ സംഗമമാക്കി മാറ്റാൻ ഏറ്റവും മുന്നിൽ നിന്ന് പ്രയത്നിച്ച ശ്രീ ജിജിക്കുള്ള നന്ദിയാണ് ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. അടുത്ത നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ അഡ്മിൻ ശ്രീ ജോസ് കെ കെ, ഈ യോഗം വളരെ വിജയകരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജോസിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അഡ്മിൻ പാനൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ വ്യക്തികൾ, അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ച സുഹൃത്തുക്കൾ, ശ്രീ കുട്ടികൾക്ക് സന്ദേശം നൽകിയ പ്രിയ സുഹൃത്ത് മനോജ്, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പരീക്ഷാ വിജയം നേടി അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവർക്ക് ആശംസകളോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഈ ആശംസകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിനുള്ള നന്ദി അറിയിക്കുന്നു.
ഒപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കുടുംബാംഗങ്ങളാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി, നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മസ്കറ്റ് ഹോട്ടലിൻ്റെ ഉടമ ശ്രീ മാമച്ചൻ അവറുകളാണ്. നമുക്ക് ഈ ഒരു മീറ്റിംഗ് ഇവിടെ നടത്തുന്നതിനുള്ള സൗകര്യം, നമ്മളിവിടെ നിന്ന് ഭക്ഷണം മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, ബാക്കി സൗകര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഒരുക്കി തന്നതാണ്. വളരെ സൗജന്യമായ നിരക്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് സൗകര്യം ചെയ്തു തന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് കവർ ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോടുള്ള നന്ദിയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അതുപോലെ തന്നെ വിട്ടുപോയി. ഈ ഗ്രൂപ്പ് അംഗങ്ങളായിട്ടുള്ള പ്രവാസികളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് ഗ്രൂപ്പ് അഡ്മിനായിട്ടുള്ള വിജയകുമാർ, ബേബി ജോൺ വൈക്കൽ, അവർ സ്ഥലത്തില്ലെങ്കിൽ പോലും വിദേശത്തിരുന്നു കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിന്മാരായിട്ടുള്ള വിജയകുമാർ, ബേബി ജോൺ, അതുപോലെ തന്നെ നാട്ടിലില്ലാത്ത പ്രവാസികൾ കുറേ പേരുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അവരുടെയൊക്കെ സഹായം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ വിജയത്തിന് വളരെ സഹായകരമായിട്ടുണ്ട്. എല്ലാ വ്യക്തികളോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അനിൽകുമാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മീറ്റിങ്ങിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഏകദേശമൊക്കെ തീർന്നു. പക്ഷേ കഴിഞ്ഞ ഒരു ഗെറ്റ് ടുഗദറിന് MDH സ്കൂളിൽ നടന്നപ്പോൾ നമുക്ക് ഫാമിലിയിലുള്ളവർക്ക് പരസ്പരം പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ന് വന്ന എല്ലാ ഫാമിലിയും, എല്ലാ സ്നേഹിതരും അവരുടെ കുടുംബാംഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതിനും സ്നേഹ സംഭാഷണങ്ങൾ നടത്തുന്നതിനും നന്നായി മനസ്സിലാക്കുന്നതിനുള്ള അവസരമാണ്. അത് നന്നായി പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത്രത്തോളം വളരെ മനോഹരമായ നിലയിൽ വളരെ ഭംഗിയായി ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാൻ ഇടയായതിൽ ഞാൻ പ്രത്യേകം സന്തോഷവും നന്ദിയുള്ളവനാണ്. നമുക്കും അഭിമാനിക്കാം. ക്ലാസ്മേറ്റ്സിൻ്റെ നാളിതുവരെയുള്ള അനേക ഇവന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇവന്റും വളരെ മനോഹാരിതമായി തീരത്തക്കവണ്ണം, വളരെ ഗംഭീരമായി തീരത്തക്കവണ്ണം പര്യവസാനിച്ചതിൽ കടന്നു വന്ന നിങ്ങൾ, സ്നേഹിതന്മാർ, സഹപാഠികൾ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വളരെ പങ്കുണ്ട്. തുടർന്നും നിങ്ങളുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ കുടുംബങ്ങളുടെ, നമ്മുടെ സ്നേഹിതരായ എല്ലാവരുടെയും കുടുംബങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ആകുലങ്ങളിലും ഒക്കെ ഞങ്ങൾ പങ്കാളിയാകുന്നതിനും സഹകരിക്കുന്നതിനും ആത്മാർത്ഥതയോടെ ഒരു കുടുംബം എന്ന പോലെ പ്രവർത്തിക്കുന്നതിനും എന്നും ഉത്സാഹത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ക്ലാസ്മേറ്റ്സ് ആയിരിക്കുന്നത്. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ആഹാരങ്ങൾ കഴിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും അത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നന്നായി ആത്മാർത്ഥമായി പരിചയപ്പെടുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് വേണ്ടി പരിചയബന്ധങ്ങൾ പുതുക്കുവാൻ ഓർപ്പിക്കും.